സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഈ യുക്തിവാദികളും മുസ്ലിങ്ങളും നിരീശ്വരവാദികളും ഒക്കെ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എന്ത് നന്മയാണുള്ളത്? അദ്ദേഹം എന്ത് നന്മയാണ് ഉപദേശിച്ചിട്ടുള്ളത്? ഒരു നന്മയെങ്കിലും പറയൂ എന്ന് ഇവർ നിരന്തരം ആവശ്യപ്പെടാറുണ്ട്. എങ്കിൽ നമുക്ക് ഒരു നന്മ, നബിയുടെ ഒരു നന്മ എടുത്തവർക്ക് കാണിച്ചു കൊടുത്താലോ? ഒരു സംവാദം നടന്നു. മതം മനുഷ്യന് വേണോ വേണ്ടേ എന്ന ഒരു സംവാദം നടന്നു. അതിൽ ഒരു ഷുഹൈബുൽ ഹൈത്തമി എന്ന ഒരു മുസ്ലിം പണ്ഡിതനെ ക്ഷണിച്ചു വിളിച്ചു വരുത്തിയതാണ് മുസ്ലിം ഒരു നേതാവായ ആരിഫ് ഹുസൈൻ എന്ന വ്യക്തി. അങ്ങനെ രണ്ടുപേരും സംവാദം നടത്തുകയാണ്. അതിൽ ആരിഫ് ഹുസൈൻ ആദ്യമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം, ഒരു മുസ്ലിം പണ്ഡിതന്, ഒരു മുസ്ലിം വിശ്വാസിക്ക് അള്ളാഹുവിനെ എത്രമാത്രം സ്നേഹമാണ്, നബിയെ എത്രമാത്രം സ്നേഹമാണ്, ഖുർആനും അതുപോലെ തന്നെ മതവും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഖുർആനിനെയും അള്ളാഹുവിനെയും ഖുർആനിനെയും അതുപോലെ തന്നെ നബിയെയും മതത്തെയും നിശിതമായി വിമർശിക്കുന്നുണ്ട്. വളരെ വലിയ രീതിയിൽ ചീത്ത പറയുന്നു, തെറി പറയുന്നു, എന്തൊക്കെ വേണമെങ്കിലും അദ്ദേഹം ഒക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വാക്കാൽ അദ്ദേഹം ആ സ്റ്റേജിൽ വെച്ച് റസൂലിനെയും ഖുർആനിനെയും ഒക്കെ കൊലപ്പെടുത്തുന്നുണ്ട് പല പ്രാവശ്യം എന്ന് വേണമെങ്കിൽ പറയാം. കൂട്ടത്തിൽ വ്യക്തിപരമായി അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയ ഷുഹൈബുൽ ഹൈത്തമി എന്ന പണ്ഡിതനെയും കുത്തി നോവിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെയുള്ള മോഡറേറ്ററും ഒരു ഭാഗം ശ്രോതാക്കളും ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഷുഹൈബുൽ ഹൈത്തമി എന്ന ഇസ്ലാമിക പണ്ഡിതനും സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പരാമർശിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ സംസാരിച്ചതിന് ശേഷം അവസാനം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നിൽ നിന്ന്, ഞാൻ അറിഞ്ഞും കൊണ്ട് ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല, എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമതകളോ വിഷമങ്ങളോ എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം അദ്ദേഹം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് അവസാനിപ്പിച്ചത്. നോക്കിക്കോളൂ, അള്ളാഹുവിൻ്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് നൽകിയ നന്മ, മുന്നേ നൽകിയ നന്മ ഇന്നും അവിടുത്തെ അനുയായികൾ അത് സ്വീകരിച്ചു പോരുന്നു എന്ന് മനസ്സിലാക്കുക.